നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എനിക്ക്. എന്നാലും ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കോട് കൂടെ ഒക്കെ അയച്ചു കൊടുക്കണേ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ മെറ്റീരിയൽസ് കണ്ടുകൊണ്ട് സംസാരിക്കാം നമുക്ക്. ഇതാ ഫസ്റ്റ് നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസിലാണെന്ന് തുടങ്ങുന്നത്. നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് നമ്മൾ വീഡിയോയുടെ തുടക്കകാലം തൊട്ട് നമ്മൾ കാണിക്കുന്നത് തിക്ക് കോട്ടൺ മെറ്റീരിയൽസ് ആണ്. വൺ സൈഡ് ബോർഡർ ഉണ്ടാവും. പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്ക് വേറെ ഒരു ചോയ്സിലേക്കും തിരിയേണ്ട. ദിസ് ഇസ് ദ ബെസ്റ്റ് മെറ്റീരിയൽ. 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ. അപ്പം ഡാർക്ക് ഷെയ്ഡ്സ് നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സിന് മുമ്പ് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനി കുറച്ചൊക്കെ ഷോപ്പിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഇനി പിന്നീടാണെങ്കിലും. അപ്പോൾ ഇത് 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ. ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ എന്ന പേരാണെങ്കിൽ പോലും നമുക്ക് കുർത്തി ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലത്. ലൈനിങ് ഇടാതെ ഡെയിലി യൂസ് ടോപ്സ്, ഇനി നമുക്ക് ഫോർമൽ കുർത്തീസ് ജസ്റ്റ് ജോലിക്ക് പോകുമ്പോൾ ടോപ്പായിട്ട് വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ബോർഡർ ഒഴിവാക്കിയിട്ട്, അപ്പോൾ ഇതിനാണ് ഈ മെറൂൺ പൈപ്പിങ്, അതിനാണ് ഈ ബ്ലാക്ക് പൈപ്പിങ്, അങ്ങനെ ഇട്ടിട്ട് ടോപ്പ് ചെയ്താലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. ചുരുക്കത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഒറ്റ തവണ മാത്രം അയച്ചാൽ മതി. അതിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം തന്നെ എത്ര മീറ്റർ വേണമെന്നും കൂടെ പറയാം. ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ എല്ലാവർക്കും നല്ല റെസ്പോൺസ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് കണ്ടു തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലോങ് വീഡിയോസ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇതിലല്ലേ നമ്മുടെ തുടക്കവും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ എന്നെ കാണാനായിട്ട് ഓടി വരുന്ന ഒത്തിരി പേരുണ്ട്. ആദ്യം ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെല്ലാവരും സമയം പോലെ നമ്മുടെ ഷോപ്പിലേക്ക് വരിക. ഇത് അടുത്തത് നമ്മൾ പ്രിൻറ്റഡ് ജോർജറ്റ്, ഫ്ലോറൽ ജോർജറ്റ് മെറ്റീരിയൽസ് ആണിത്. ഇത് 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്, 58 ഇഞ്ച് വീതി. നമുക്ക് എപ്പോഴും ഈ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ എപ്പോഴും വരാറുള്ളൊരു ചോദ്യം, ഇത് സാരിക്ക് പറ്റുമോ എന്നുള്ളതാണ്. സാരിക്ക് ഇതും പറ്റും. നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ സാരി, നമ്മൾ ഷിഫോൺ സാരികൾ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പക്ഷേ ഇതിന് വീതി കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വിഡ്ത്ത് കട്ട് ചെയ്തിട്ടാണ് സാരി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡ്രസ് കോഡൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട്. ഇത് അത്യാവശ്യം വെടുത്തി കൊളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജോർജറ്റ് പറഞ്ഞ മെറ്റീരിയൽ അങ്ങനെയല്ലേ, തൊട്ടാൽ ഇതാണ് ഇങ്ങനെ വരും നേച്ചർ. നമ്മൾ സാരി ആയിട്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെ വരും. 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. അപ്പോൾ നമ്മൾ വിഡ്ത്തിന് ഇപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് തരണം, വീതി കുറച്ച് തരണം എന്ന് പറഞ്ഞാലും കറക്റ്റ് നിങ്ങൾ വിഡ്ത്ത് 44 ഇഞ്ചാണ് നോർമൽ ഒരു സാരി വരിക. അപ്പോൾ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 45 ഇഞ്ചിലൊക്കെ കട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാലും കട്ട് ചെയ്ത് തരും. എത്ര 5.5 മീറ്ററൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ ഇത് സാരിയുടെ മെറ്റീരിയൽ അല്ല. സാരിയുടെ മെറ്റീരിയലിനും സാരിക്കും പറ്റും, ടോപ്പിനും പറ്റും. ഇത് 58 ഇഞ്ച് വെടുത്തുള്ളതുകൊണ്ട് ഫസ്റ്റ് കളർ ഇതാണ്. ബ്ലാക്കിൽ ഈ കളർ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഫ്ലോറൽ പാറ്റേൺ കളർ മാറണ്ട. ഇത് ബ്ലാക്കിൽ പിങ്ക് ഫ്ലവേഴ്സാണ്. കാരണം ഇനി കോഫി ബ്രൗണും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കളറൊന്നും മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ചില സ്ക്രീൻഷോട്ട് നമ്മൾ ഓരോരോ ഫോണിൽ ഓരോരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ലൈറ്റിലൊക്കെ വ്യത്യാസം വരും ചിലപ്പോൾ. ഇത് അടുത്ത് നമ്മുടെ ഒരു ഇൻഡിഗോ, നേവി ബ്ലൂവിൻ്റെ ഇൻഡിഗോയുടെ ഇടയിലുള്ള ഒരു സുന്ദരി കളറ്. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കളേഴ്സിനൊക്കെയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിന് ശ്രദ്ധിക്കുക ഞാൻ സുന്ദരി കളർ എന്ന് പറയാറ്. അപ്പോൾ സുന്ദരി കളർ എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ഭംഗിയുള്ള കളറായിരിക്കും. 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇതിലും പിങ്ക് ഫ്ലവേഴ്സ്. ഇപ്പം നമുക്ക് 4നും പിങ്ക് 3 പിങ്ക് ബോട്ടം ഉണ്ടെങ്കിലും പറ്റും, നല്ലതാണ്. ഇന്നിപ്പോൾ ബോട്ടം ഒന്നും സെറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. നോർമൽ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ 2 മീറ്റേഴ്സ് കൊണ്ട് നമുക്ക് സൈഡ് സ്ലിറ്റുള്ള നോർമൽ ടോപ്പൊക്കെ ചെയ്യാൻ ധാരാളമായിരിക്കും. 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. ജോലിക്കാർക്ക് സമയമില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അവർക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാനും വയ്യ. ഒരുപാട് നന്ദി. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ പറഞ്ഞ് കാണിക്കുന്നത്. നെക്സ്റ്റ് മെറ്റീരിയൽ ഇത്. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ആവാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് 4-5 ഡേയ്സ് ഒക്കെ എടുക്കുന്നത്. കട്ട് ചെയ്ത് പാക്ക് ചെയ്തെല്ലാം ഇതായി വരുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ അതെല്ലാം ചിലതെന്നാൽ പെട്ടെന്ന് നമുക്ക് അർജൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കസ്റ്റമർ കെയറിൽ കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇത് കോഫി ബ്രൗണിൽ പിങ്ക് ഫ്ലവേഴ്സ് വരുന്നു. 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. കുർത്തിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഇനി ഇപ്പോഴത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കൊന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇത് എന്തായാലും ചെയ്ത് വരും കേട്ടോ. അപ്പോൾ കുർത്തി അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ മുമ്പോട്ട് വന്നതുകൊണ്ട് ഒരു ഇത് ചമ്മലൊക്കെ മാറി തുടങ്ങുന്നു. അടുത്തത് മെറൂണിൽ ഇത് നമുക്കൊരു ഗ്രേ ബോട്ടം ആണെങ്കിലും മെറൂൺ ബോട്ടം ആണെങ്കിലും ഒക്കെ കോട്ടൺ ബോട്ടം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. 100 റുപ്പീസ് പെർ മീറ്ററിൽ. ഇനി സ്റ്റിച്ചഡ് ബോട്ടംസ് ആണെങ്കിൽ 350 റുപ്പീസ് പെർ പീസിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ പ്രിൻറ്റഡ് ജോർജറ്റിൽ സ്മോൾ പ്രിൻസ് ചോദിച്ചവർക്കൊക്കെ ഇത് 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ്. ഇനി നല്ല വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഫ്ലവേഴ്സുള്ള സംഭവങ്ങൾ ക്രോസ് കട്ടിങ്, അംബ്രല കട്ടിങ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. സാരി ആയിട്ടാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ഇത്
ഇങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വിഭിന്നമല്ലേ. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ട്രെൻഡ് കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കാണല്ലോ എപ്പോഴും ഇത്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 58 ഇഞ്ച് വിടുത്ത്, 120 rupees per meter. ഇതിലപ്പുറത്ത് വിടുത്ത് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയലാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കാവുന്ന ഷോർട്ട് വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് നന്നായി ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കാണിക്കാൻ കഴിയില്ല. ഞാൻ സിംഗിൾ ലെയർ എടുത്ത് കാണിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓഷൻ ബ്ലൂ കളറാണ്. ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് വിടുത്ത്, 120 rupees per meter. നെക്സ്റ്റ് ഇതാ ബ്ലാക്കിൽ വലിയ ഫ്ലവേഴ്സ്. ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർലി സിന്തറ്റിക് ഫാബ്രിക് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോട്ടൺ ലവേഴ്സിന് ഇതിന് കോട്ടൺ ഇന്നർ കൊടുത്തിട്ട് കോട്ടൺ സ്ലബ് കൊണ്ട് ടോപ്പ് പ്ലെയിൻ കോട്ടൺ നമ്മൾ ബോട്ടം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് പോലും ടോപ്പ് പോലെ ഇന്നർ പോലെ ചെയ്തിട്ട് അതിന് ഔട്ടർ കോട്ട് മോഡലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ജോർജറ്റിൻ്റെ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്. കാരണം ഇതിലൊരു വെറൈറ്റി പ്രിൻറ്റ്സ് വരും നമുക്ക് ഇങ്ങനെ. ഇനി അടുത്തത് ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക്. ഒരു ഒണിയൻ പിങ്കിൻ്റെയും പീച്ചിൻ്റെ ഇടയിലുള്ള ഒരു സുന്ദരി കളർ. ഒണിയൻ പിങ്ക്, ലൈറ്റ് ഒണിയൻ പിങ്ക് എന്ന് തന്നെ പറയാവുന്ന ഇതിൽ 58 ഇഞ്ച് വിടുത്ത്. ക്രേപ്പ് ലൈനിങ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 120 rupees per meter, 120 രൂപ. ജോർജറ്റ് ഇപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ട്രെൻഡായി വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് അടുത്തത് വൈറ്റിൽ ഇങ്ങനെ. അപ്പോൾ നോർമൽ ഒരു പ്ലീറ്റഡ് മോഡൽ അല്ലെങ്കിൽ ക്രോസ് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ 3 മീറ്റർ എടുത്തേക്കുക. ഒരു അപ് ടു XL സൈസുള്ളവരുടെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആൽപൈൻ ഫാബ്രിക്സ്. ആൽപൈൻ ALPINE എന്നാണ് സ്പെല്ലിംഗ് കാണുന്നത്. അൽഫൈൻ എന്ന് പറയാറുണ്ട്, പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് എങ്ങനെയാണോ ഇത്. 44 ഇഞ്ച് വിടുത്ത്. എന്ത് പേരായാലും സംഭവം കൊള്ളാം, കുഴപ്പമില്ല. തുണി ഉപയോഗിക്കാൻ സുഖം. നമുക്കിങ്ങനെ കോട്ടൻ്റെ പോലെ അത്ര ഇങ്ങനെ ആ ഒരു ടൈപ്പ് അല്ല, കുറച്ചുകൂടെ ഒരു ഫ്ലോയിങ് ഫാബ്രിക്. എന്നാൽ റയോണിൻ്റെ പോലെ അത്ര ഒട്ടിക്കിടക്കൂല. ഇൻ ബിറ്റ്വീൻ അതിൻ്റെയൊക്കെ മുമ്പിലായിട്ടുള്ള ഒരു പുതിയ ഒരാളിനെ പരീക്ഷിച്ച് നോക്കാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏതെങ്കിലും 3 ഡിസൈൻസ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter. അത് ഇനി അടുത്തത് ആൽപൈനിലെ അടുത്ത കളറ് ഇത് ഇങ്ങനെ വരും. ഇത് സുന്ദരി കളർ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ തവിട്ട് കളർ എന്നൊക്കെ പറയില്ലേ. തവിട്ടിൻ്റെ ഇംഗ്ലീഷ് എന്താ? ആ പാഠം പഠിപ്പിച്ചപ്പോൾ ഞാൻ പോയിട്ടില്ലേ പറഞ്ഞില്ലേ, അത് ആ കളറ്. അതുപോലത്തെ ഒരു കളറാണ്. ചോക്ലേറ്റ് കളറാണ് കേട്ടോ. ചോക്ലേറ്റ് കളർ എന്ന് പറയാം. അതിൽ യെല്ലോയും റെഡും ഫ്ലവേഴ്സ്. 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter, 110 രൂപ. ആൽപൈൻ ഫാബ്രിക്സ്. ഇനി അതിൽ സുന്ദരി ഗ്രീൻ, അല്ല ഒരു ഒലിവ് ഗ്രീൻ്റെയും സാദാ ഗ്രീൻ്റെ ഇടയിലുള്ള ഗ്രീൻ. ഇതിങ്ങനെ നൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ സങ്കല്പിച്ചൊക്കെ ഇങ്ങനെ കിടക്കും, ഭംഗിയുണ്ടാവും. 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter. ഷോർട്ട് വീഡിയോസിന് സമയം ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ മാക്സിമം എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഗ്രൂപ്പിൽ തിരക്കുകൊണ്ടാണ് കേട്ടോ ഞാൻ റെഗുലർ അപ്ഡേറ്റ്സ് ചെയ്യാത്തത്. കാരണം അതിൽ ഓരോന്ന് ചെയ്താൽ പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് നിങ്ങൾക്ക് ഓർഡർ കറക്റ്റ് വരുത്തി തരണ്ടേ. ഈ ഷോർട്ട് വീഡിയോയും കൂടെ വന്നതോടുകൂടി എനിക്ക് കറക്റ്റ് കമൻറ്റിനൊന്നും റിപ്ലൈ പറയാൻ സമയം കിട്ടണില്ല. അതിൻ്റേതായ ഒരു പോരായ്മകളുണ്ട്. എന്നാലും ഒക്കെ ശരിയാക്കാം ഞാൻ. പിന്നെ അങ്ങനെ സമയം. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ വെനസ്ഡേ 9th എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, റോണക്കുട്ടൻ്റെ. അപ്പോൾ അതിൻ്റേതായ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവരുടെ വകര കേക്ക് കട്ടിങ് ഒക്കെ സർപ്രൈസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കുഞ്ഞ് വന്നപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ഗ്ലിറ്റേഴ്സ് ഒക്കെ മേത്തൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് ഷൈനിങ് ഒക്കെ ഉണ്ട്. ഇത് വീഡിയോ വരുന്ന 10th ഇത് 9th എടുക്കുന്ന വീഡിയോ അല്ലേ. ഞാൻ കലങ്കാരി ഫാബ്രിക്സ്, കലങ്കാരി എത്തിയിട്ടുണ്ട്. കലങ്കാരിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇത് ഒറിജിനൽ. നമ്മളിപ്പോൾ നാച്ചുറൽ ഫാബ്രിക്സ് നിങ്ങൾ അജ്രക്കിൻ്റെ വീഡിയോ കണ്ടില്ലേ, അജ്രക്ക് ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ പോലെ തന്നെ കലങ്കാരി എന്നൊക്കെ പറയുന്നതും പ്യുവർ കോട്ടൺ ലവേഴ്സിന്, കോട്ടൺ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും നോക്കണ്ട, ഇടാം വല്ല നോക്കണ്ട, ഫുൾ ധൈര്യമായിട്ട് ഇടാം. ഇതിൽ നമുക്ക് കലങ്കാരിന്ന് ഞാൻ ആസച്ച് ആദ്യം ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ നമുക്കിതിൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ടോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടം ദുപ്പട്ടയായിട്ടാണെന്ന് വെച്ചാൽ മൽക്കോട്ടൻ്റെക്കാളും തിക്നെസ്, നോർമൽ തിക്നെസ് ആണ്. എന്നാൽ ഇതിനെ നമുക്ക് വിഡ്ത്ത് കട്ട് ചെയ്തിട്ട് ചെറിയ വീതിയിൽ ഇപ്പോൾ കലങ്കാരി എടുക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 3.5 meters ഒന്നിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിന് ബോട്ടവും വീതി കുറഞ്ഞ അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് നമുക്ക് എത്ര വേണോ, 2.25 2.5 എത്ര വേണോ അങ്ങനെ ഒരു ദുപ്പട്ട കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഭാഗം കൊണ്ട് ഇത് നോർമൽ സൈസിലുള്ള ആൾക്കാർക്കാണ് പറയുന്നത്. അല്ലാത്തവരാണെങ്കിൽ 2.25 meter ദുപ്പട്ടയ്ക്കും 2 meter ബോട്ടത്തിനും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ബോട്ടം ചെയ്യാൻ പറ്റും. പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് എപ്പോഴും എടുക്കണേ. പിന്നെ ഇത് അടുത്ത ഡിസൈൻ. ആദ്യത്തേൽ നമ്മളൊരു നേവി ബ്ലൂ ഒക്കെ വരുന്ന ബ്ലൂ ഡിസൈനാണ് വരുന്നത്, മെറൂണിൽ. ഇതിൽ ബ്ലൂവും ഉണ്ട്, പിന്നെ കണ്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ ഒക്കെ ഈ മാംഗോ ഡിസൈനാണ് വരുന്നത്. ഈ 2 ഡിസൈൻസാണ് ഇന്ന് കാണിക്കുന്നത്. കലങ്കാരിയുടെ നമുക്ക്
മെറൂണിൽ ഇനി വരുന്നതും ഇതിനോട് സിമിലർ ആയിട്ടുള്ള സെയിം ഡിസൈൻ ഏകദേശം വരും, കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അതുകൂടെ എടുക്കാത്തത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് എല്ലാം ടൈറ്റ് പാക്ക് ചെയ്തെടുത്ത് വെക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് 44 ഇഞ്ച് എടുത്ത് 160 റുപ്പീസ് പെർ മീറ്റർ. ഇനി നമ്മൾ നോർമൽ കലങ്കാരി എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട്, ഞാൻ അന്ന് വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നില്ല കുർത്തി, ആ ഒരു പാറ്റേണിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചെയ്യാനാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ. ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഇതിപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിൽ ഡബിൾ പ്രിൻറ്റ് രണ്ടും പ്രിൻറ്റ് ചെയ്തതാണ്. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് നേവി ബ്ലൂ കളറിൽ, ഈ നേവി ബ്ലൂ കോട്ടൺ സ്ലബ് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ എളുപ്പത്തിന് ചെറുതെടുത്തതാണ്. ഇത് നമുക്ക് കോട്ടൺ സ്ലബ് ഓൾമോസ്റ്റ് എപ്പോഴും ഉണ്ടാവും. 44 ഇഞ്ച് വിഡ്ത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. കോട്ടൺ സ്ലബ് ഇത് ബോട്ടത്തിനല്ല നല്ലത്, ടോപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ബോട്ടം ചെയ്യാൻ പ്ലെയിൻ കോട്ടൺ മെറ്റീരിയൽസ് 100 റുപ്പീസിന് അവൈലബിൾ ആണ്. നമ്മൾ എപ്പോഴും നമുക്ക് ഫസ്റ്റ് ഒരു വാഷ് ശ്രദ്ധിക്കുക ചിലതിന്, എന്നാലും മേജർ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത ലോങ് ലാസ്റ്റിംഗ് ഫാബ്രിക് ആണ് കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാലും. അതിൻ്റെ കൂടെ ഈ കലങ്കാരിയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ പാറ്റേണിൽ നേവി ബ്ലൂ ടോപ്പ് മെയിൻ ചെയ്തിട്ട് കലങ്കാരി സെൻറ്റർ പീസ് കൊടുത്തിട്ട്, ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇച്ചിരി ഗുണ്ടൂസുകളായവർക്കൊക്കെ തടി കുറവ് തോന്നും എന്നൊരു ഫീല് വരും. കുറച്ച് തടി കുറച്ച് തോന്നിക്കാനും അതല്ല, ഇതൊരു എപ്പോഴും കോമൺ ആയി നമുക്ക് കാഷ്വലായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണിത്. അപ്പോൾ നമ്മളിങ്ങനെ കലങ്കാരി വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണ പൈപ്പിങ് ഇതിൽ വരുന്ന നേവി ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ഒക്കെ പൈപ്പിങ് കൊടുത്തിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റിച്ചിൻ്റെ മോഡൽസ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എപ്പോഴും കോമൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നൊരു മോഡൽ, എനിക്കും വെയർ ചെയ്യാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു മോഡലായത്. നമുക്കൊരു ഒതുക്കം ഫീൽ ചെയ്യും അതിന്. ജസ്റ്റ് ട്രൈ ചെയ്തു, ഇല്ലാത്ത ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾ വരുന്നവർ ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ കലങ്കാരി ഇതിൽ തമ്മിൽ ഫ്യൂഷൻ ചെയ്യാൻ പറ്റിയ, നോർമലി കലങ്കാരിക്ക് വലിയ കളർ ലീക്കിങ് പ്രശ്നങ്ങളില്ല, എന്നാലും നാച്ചുറൽ ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങളൊന്ന് വാഷ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. കളർ ഗാർഡ് എപ്പോഴും കോട്ടൺ ഫാബ്രിക്കിന് യൂസ് ചെയ്താൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഇത് 160 റുപ്പീസ്, ഇത് 120 റുപ്പീസ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആവാം. ഇനി ഈ മാംഗോ ഡിസൈനുമായിട്ടും ഇതും ചേരും. ഏതും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ജസ്റ്റ് ഞാൻ വെച്ച് കാണിക്കുക ഇനി വേഗം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി സംഭവം മെറൂൺ മാത്രം വേണമെങ്കിൽ ഇതാ മെറൂണിൻ്റെ സെയിം ഇതിൽ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണത് യോക്ക് നമുക്ക് ചെറിയ യോക്ക് പോലെ കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് ഈ മസ്റ്റാർഡ് എല്ലാം പൈപ്പിംഗ് കൊടുത്താൽ മതി, അപ്പോഴും ഭംഗി ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ കൂടെ കണ്ടോ ഇതാ നമ്മുടെ ആ റോയൽ ബ്ലൂ കോട്ടൺ സ്ലബ്, അത് വെച്ചാലും ഭംഗിയുണ്ടാവും. അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ യോക്കായിട്ട് ഇങ്ങനെ ചെയ്യാം. കോട്ടൺ സ്ലബിൻ്റെ എല്ലാം പ്രൈസ് 44 ഇഞ്ച് വിഡ്ത്താണ്, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ, 44 ഇഞ്ച് വീതി. അത് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് മസ്റ്റാർഡ് യെല്ലോ കോട്ടൺ സ്ലബ്. ഇതെല്ലാം കോട്ടൺ സ്ലബ് ഫാബ്രിക് ഇസ് ഫോർ സ്റ്റിച്ചിങ് കുർത്തീസ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ചെയ്യുന്നവരുണ്ട്, ബോട്ടം ചെയ്യുന്നവരുണ്ട്. ഇത് കണ്ടോ തിക്നെസ് ഇത്രയാണ്. ഇന്നിപ്പോൾ ഷോപ്പിൽ വന്ന കുട്ടികൾ പറഞ്ഞാൽ അവർ ബോട്ടം ഒന്നിച്ച് 5 മീറ്റർ എടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിരുന്നു, കുഴപ്പമില്ലാന്ന്, ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അത്ര കുഴപ്പമില്ല പറഞ്ഞു. ഇതാണ് തിക്നെസ് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് തന്നെ ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കോട്ടൺ സ്ലബ് ദുപ്പട്ടയായിട്ട് വലിയ ദുപ്പട്ടയുടെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ കട്ട് ചെയ്തിട്ട്, ദുപ്പട്ട മീൻസ് ഷോൾ. കുറേ പേര് വെച്ചാൽ എന്താ ചേച്ചി ദുപ്പട്ട പറയണത്, അതാ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദുപ്പട്ട പറയുന്നത്. അങ്ങനെ നമ്മളൊരു ഫോർമലായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ഷാൾ, നമ്മുടെ ഷാൾ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. ഇത് നമ്മൾ കലങ്കാരി 160 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ ഇങ്ങനെയാവാം. ഇനി ഈ മാംഗോ ഡിസൈനിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇങ്ങനെ 160 റുപ്പീസ് പെർ മീറ്റർ. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഇത് നമ്മുടെ സൗത്ത് കോട്ടൺ ഫാബ്രിക്, സൗത്ത് കോട്ടൺ അല്ല, സൗത്ത് കോട്ടണിൽ നമുക്ക് ചെക്സ് ഒരു മിനിമം കളക്ഷൻ എപ്പോഴും കോട്ടണിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൊരു ഫാബ്രിക്കിനാണ്. ഇത് 150 റുപ്പീസ് പെർ മീറ്റർ, 44 ഇഞ്ച് എടുത്ത്. അപ്പോൾ അത്രയും ഡാർക്ക് യെല്ലോ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കളർ ആകുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഇത് നോർമലി ഞാൻ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വാഷ് ചെയ്ത് നോക്കി, ഇതിനൊന്നും കളർ ഇളകിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ എപ്പോഴും കെയർഫുള്ളായിരിക്കും ഫസ്റ്റ് വാഷിന്. ഇത് കളർ ഗാർഡ് എപ്പോഴും കോട്ടൺ സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ കളർ ഗാർഡ് ഒരു ബോട്ടിൽ വാങ്ങിക്കോളൂ. ഇവിടെ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല, ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിലോ എവിടെ വേണമെങ്കിലും കിട്ടും. നമ്മളത് ഉപയോഗിക്കേണ്ട വിധം വീഡിയോ ചെയ്തതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് യെല്ലോയിൽ തന്നെ തേർഡ് കളർ, 3 യെല്ലോ എന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡാർക്ക് മസ്റ്റാർഡ്, 3 ഇതും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ യെല്ലോ. വിശേഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല ഞാൻ ഈ യെല്ലോയ്ക്ക്. ഈ യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഹൽദിക്കൊക്കെ പറ്റുന്ന യെല്ലോ ഇതാണ്. ഇങ്ങനെ വേണമെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യോക്കായിട്ടോ അല്ലെങ്കിൽ പാച്ച് ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ കലങ്കാരിനെ ഇങ്ങനെ ഫുൾ യോക്ക് കൊടുക്കാതെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഒരുപാട് സപ്പോർട്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പക്ഷേ റിപ്ലൈ എത്തണില്ല ചില സമയത്തൊക്കെ. ഞാനങ്ങനെ സമയം കണ്ടെത്തി, എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ സപ്പോർട്ട് തരുന്നതിനും. എനിക്ക് സത്യം പറഞ്ഞാൽ കുർത്തി നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു മറ്റേ ഷോർട്ട് വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു ധൈര്യമായി തുടങ്ങി. ഷോർട്ട് വീഡിയോ ഒക്കെ ഇവിടെ ഷോപ്പിൽ, അതിന് ഞാൻ പുതിയ ഡ്രസ്സസ് ഒന്നും അല്ല, ഞാൻ ഇങ്ങനെ വീഡിയോസ് യൂസ് ചെയ്ത ഡ്രസ്സ് ഷോപ്പിൽ വരുമ്പോൾ ആ ഒരു ദിവസം അതുപോലത്തെ സബട കിട്ടുന്ന ഒഴിവ് കിട്ടുന്നതൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നത് ആ ഷോർട്ട് വീഡിയോയും. പല രീതിയിൽ അങ്ങനെ മുമ്പോട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനും അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം എന്നും ഉണ്ടാവുക. നമ്മുടെ ഈ ടീം ഫാബ്ലൻസ് അങ്ങനെ ഒന്നിച്ച് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒത്തിരി പേര് വിഷ് ചെയ്തിരുന്നു. ഒരുപാട് നന്ദി. ഷോപ്പിൽ വന്ന കുറച്ച് പേര് കസ്റ്റമേഴ്സായിട്ട് വന്നവർക്ക് അന്ന് അതിൽ പങ്കെടുക്കാൻ പറ്റി. ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത മെറ്റീരിയൽ അജ്രക്കിൻ്റെ ഇനി വലിയ സ്റ്റോക്ക് എത്താത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. അജ്രക്ക് അതെല്ലാം എത്തി കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.